അബ്ദുൾ റഷീദ്, എന്തായാലും പാകിസ്ഥാന് മേൽ കൂടുതൽ നടപടികൾ കടുപ്പിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് മേലും ഇന്ത്യ ഇപ്പോൾ ഇത്തരത്തിൽ നിരോധനങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം തുർക്കിക്കെതിരെ അല്ലെങ്കിൽ തുർക്കിക്ക് മേൽ നിയന്ത്രണവും നിരോധനവും ഒക്കെ ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ പുറത്തു വരികയാണ്, ബംഗ്ലാദേശിനെതിരെയും അത്തരത്തിലൊരു നീക്കം ഇന്ത്യ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ? പ്രത്യേകിച്ചും ഈ ഇറക്കുമതി സാധനങ്ങളുടെയൊക്കെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരത്തിൽ നിരോധനങ്ങൾ വരുന്നത്. അഭദ്ര, ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നിലകൊണ്ടിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന് സഹായം നൽകുന്ന രാജ്യങ്ങളുമായി നയതന്ത്രപരമായിട്ടുള്ള പല വിലക്കുകളും ഇന്ത്യ നേരത്തെ തന്നെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. പ്രധാനമായും തുർക്കിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങളിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിദ്യാഭ്യാസ നയങ്ങളുമായി ബന്ധപ്പെട്ട ചില ക്യാമ്പസുകൾ, ജാമിയ പോലെയുള്ള വിവിധ ക്യാമ്പസുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നടപടികളും അതോടൊപ്പം മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും റദ്ദ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കുന്നത്. പ്രധാനമായും ബംഗ്ലാദേശിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഇറക്കുമതിക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയുടെ വിവിധ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ചെയ്യുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ, അതോടൊപ്പം സംസ്കരിച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്നിവക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് പരോക്ഷമായിട്ട് ബംഗ്ലാദേശ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു വരികയും പിന്നീട് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയും കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഭീകരവാദവും അതോടൊപ്പം ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള രാജ്യങ്ങളുമായി ഇനിയും കടുത്ത നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്.